വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എല്ലാവർക്കും സ്വാഗതം. നമ്മൾ HSST ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അല്ലേ. ഇപ്പോൾ HSSTയുടെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു, എല്ലാവരും അപ്ലൈ ചെയ്തെന്നൊക്കെ കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ പഠിക്കേണ്ട സമയങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വെബിനാറിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യമേ മുതൽ തന്നെ നല്ല രീതിയിൽ പഠിച്ചു പോയില്ലെങ്കിൽ അവസാനത്തേന് ഇതെല്ലാം പഠിക്കാൻ കൂട്ടി വെച്ചാൽ പ്രശ്നം വഷളാകുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഫിസിക്സ് എല്ലാവർക്കും അറിയാം, ഒരു PG ലെവലിലൊക്കെ വരുമ്പോഴത്തേനും പ്രോബ്ലംസ് വളരെ കട്ടിയുള്ള രീതിയിലാണ് വരാറ്. ഇപ്പോൾ HSST പരീക്ഷ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ സെറ്റ് പരീക്ഷയ്ക്ക് പഠിച്ച ഒരു ലാഘവത്തോടെ നിങ്ങളെ സമീപിച്ചാൽ നമുക്കൊരു നല്ല മാർക്കിൽ അത് എത്തിച്ചേർക്കാൻ പറ്റത്തില്ല. നമ്മൾ സെറ്റിനേക്കാളും കുറച്ച് മുകളെ, നമ്മൾ നെറ്റ് പരീക്ഷയേക്കാൾ കുറച്ച് താഴെയും ആണ് ഇതിൻ്റെ ഒരു ലെവൽ വരിക. അപ്പോൾ നിങ്ങൾ ആ ഒരു രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ഒരു റാങ്കിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ കുറേ പേരൊക്കെ എന്നോട് ചോദിച്ചു, 2 ഒഴിവല്ലേ ഉള്ളൂ, അപ്പോഴത്തേനും എന്ത് ചെയ്യും? പക്ഷേ 2 ഒഴിവേ ഉള്ളൂ എന്നൊന്നും നിങ്ങൾ പേടിക്കണ്ട. കാരണം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റൊക്കെ ആയി വരുമ്പോഴത്തേക്കും 2026 ഒക്കെ ആവും, 25 അവസാനം 26 ഒക്കെ ആവും, 26 ആവും തന്നെ കൂട്ടിക്കോളൂ. അപ്പോൾ എന്തായാലും ശരി, റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 26 ആകുമ്പോഴത്തേനും ഈ 2 എന്നുള്ളത് വീണ്ടും ഒഴിവുകളുടെ എണ്ണം വളരെയധികം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ നഷ്ടധൈര്യരാകുമൊന്നും വേണ്ട, പഠിക്കാൻ മടി കാണിക്കുകയൊന്നും വേണ്ട. പക്ഷേ നല്ല റാങ്ക് ഉറപ്പാകുന്ന രീതിയിൽ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ചു പോയെങ്കിൽ മാത്രമേ നമുക്ക് ഇതുകൊണ്ട് ഗുണമുള്ളൂ എന്നുള്ള കാര്യം ആദ്യമേ തന്നെ ഓർത്തോണം. അപ്പോൾ നല്ല റാങ്കിന് വേണ്ടി പൊരുതുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരും, കുറച്ച് കൂടുതൽ കഷ്ടപ്പെടേണ്ടി വരും, കുറച്ച് കൂടുതൽ സമയം ഇരുന്ന് പഠിക്കേണ്ടതായിട്ടൊക്കെ വരും. ജോലിക്ക് പുറമെ ഇപ്പോൾ ഇവിടെ നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഉള്ള ബാച്ചിൽ ഭൂരിഭാഗം കുട്ടികളും 90% മുകളിലുള്ള കുട്ടികളും അവർ വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരുടെ വർക്കിൻ്റെ കൂടെ ഒരു അഡീഷണൽ ലോഡ് എന്നുള്ള നിലയ്ക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനും അതിൻ്റെ കോച്ചിങ്ങും. ഇപ്പോൾ ഞാനിവിടെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ മെൻറ്ററുകളൊക്കെ പറയാറുണ്ട്, കുട്ടികൾക്ക് ലോഡ് പരമാവധി കുറച്ച് കൊടുക്കണം. ഒരാഴ്ചയ്ക്ക് പഠിക്കേണ്ട ലോഡുകൾ കുറച്ച് കൊടുക്കണം. കാരണം എല്ലാം കൂടെ താങ്ങുകയില്ല. കാരണം ഒന്നാമത് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്നവർ തീർച്ചയായും എന്തായാലും പഠനത്തിൽ ഗ്യാപ്പ് വന്നിട്ടുള്ളവരായിരിക്കും. BEdൻ്റെ ഭാഗമായിട്ടോ മറ്റ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷനോ അല്ലെങ്കിൽ മറ്റ് ജോലിയുടെ ഭാഗമായിട്ടോ ഒക്കെ ഗ്യാപ്പ് വന്നിട്ടുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് പഠിച്ചെടുക്കാനുള്ള സമയം നിങ്ങൾ കൊടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഓരോ ആഴ്ചയും എൻഡിൽ നമ്മൾ നടത്തുന്ന പരീക്ഷകൾക്ക് വീക്ക്ലി എക്സാമുകൾക്കുള്ള പോർഷൻസും കുറച്ച് മാക്സിമം പഠിക്കാൻ അവരെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ ഞാൻ സജഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെയാണ്. നിങ്ങൾക്ക് പഠിക്കാൻ ആവശ്യത്തിനുള്ള സമയം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടൈം ടേബിളാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. 140 ദിവസത്തെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്തു, അത് ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. കുട്ടികൾ അതിനനുസരിച്ച് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ലൈവ് ക്ലാസ്സുകളുണ്ട്. അപ്പോൾ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യേണ്ട പ്രോബ്ലംസ്, ലൈവ് ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന വർക്കുകൾ, പിന്നെ ഡെയിലി അവർക്ക് ഗ്രൂപ്പിൽ വരുന്ന ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ, പിന്നെ ഓരോ ആഴ്ചയും അവർക്ക് ഡെസിഗ്നേറ്റ് ചെയ്തിരിക്കുന്ന പോർഷൻസ്, അതിനോടനുബന്ധിച്ചുള്ള പരീക്ഷകൾ. ഇപ്പം എന്തായാലും വർക്ക് ലോഡ് എല്ലാം കൂടി വരുമ്പോൾ ഒരു നല്ല രീതിയിലുള്ള പണി നമുക്ക് നടത്തേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ പോകാതെ രക്ഷയുമില്ല താനും. നമ്മൾ അവസാനം കുറേയധികം തവണ റിവൈസ് ചെയ്യുകയും കുറേയധികം മോഡൽ എക്സാമുകൾ എഴുതുകയും എങ്കിൽ മാത്രമേ നമുക്ക് അവസാനത്തെ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഇപ്പോൾ നമ്മുടെ ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പോകണം. യു ഷുഡ് സ്റ്റിക്ക് ഓൺ ടു ദ ടൈം ടേബിൾ ആൻഡ് യു ഷുഡ് ട്രൈ ടു വർക്ക് ആസ് മച്ച് ആസ് യു ക്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് ഉറപ്പാക്കാനായിട്ട് പറ്റുള്ളൂ. നല്ല രീതിയിൽ നിങ്ങൾ കുറച്ച് നാൾ കഷ്ടപ്പെട്ടാൽ ഇനിയുള്ള ജീവിതകാലം വളരെ സുഖമായിട്ട് ഇരുന്നുണ്ണാനുള്ള ഒരു മുതൽ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ കഷ്ടപ്പെടുന്നതിൻ്റെ ഫലം നിങ്ങൾക്ക് അന്ന് കിട്ടിക്കോളും. അപ്പോൾ ആ കഷ്ടപ്പാടൊക്കെ നിങ്ങളൊന്ന് മറന്നോളും. അതുകൊണ്ട് ഇപ്പോൾ നന്നായിട്ട് വർക്ക് ചെയ്യുക. നമ്മുടെ കുട്ടികളോടൊക്കെ ഞാൻ പറയുന്നതാണ്, നന്നായിട്ട് വർക്ക് ചെയ്യുക, പരീക്ഷകൾ കൃത്യമായിട്ട് എഴുതുക. ഒരു ലൈവ് ക്ലാസ് പോലും മിസ് ചെയ്യാതെ എല്ലാ ക്ലാസ്സിലും വരിക. ലൈവ് ക്ലാസ്സിൽ വന്ന് പ്രോബ്ലം സോൾവിംഗ് ഒക്കെ നമ്മൾ ലൈവ് ക്ലാസ്സിൽ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചെയ്യുന്ന ഒരു എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളുടെ ബ്രെയിൻ പരമാവധി വർക്ക് ചെയ്യും. അങ്ങനെ പരീക്ഷകൾ എഴുതി ലൈവ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെ പോയി കഴിയുമ്പോൾ വളരെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും.
സോ അതുകൊണ്ട് ഇത് ശ്രമിച്ചാൽ കിട്ടാത്ത കാര്യമൊന്നുമല്ല, അതിബുദ്ധിമാന്മാർക്കോ ബുദ്ധിമതികൾക്കോ മാത്രം പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യമൊന്നുമല്ല HSST ഫിസിക്സിൻ്റെ റാങ്ക്. ആർക്ക് വേണമെങ്കിലും കഷ്ടപ്പെട്ടാൽ ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു റാങ്ക് തന്നെയാണ് ഇതിനുള്ളത്. പഠിച്ചെടുക്കാൻ പറ്റുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ താനും. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കുറച്ച് പ്രധാനപ്പെട്ട പ്രോബ്ലംസ് നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് ആ പ്രോബ്ലത്തിലേക്ക് കടക്കാം. സോ നോക്കുക, ഫസ്റ്റ് പ്രോബ്ലം. കൺസിഡർ എ പാർട്ടിക്കിൾ ഇൻ എ സ്റ്റേറ്റ് psi equal to 1/√2 psi1 plus psi2 at a time t equal to 0, where psi1 and psi2 are the ground and first excited states. At what time the final wave function will be orthogonal to the initial state? ഇതാണ് ചോദ്യം. നോക്കുക, നമുക്കൊരു വേവ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. psi equal to 1/√2 psi1 plus psi2 at a time t equal to 0. ടൈം t equal to 0യിൽ ഒരു വേവ് ഫംഗ്ഷൻ തന്നേക്കുന്നു. psi1 and psi2 are the ground and first excited states. ഇവിടെ ഒരു കാര്യം അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യുക. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് എ വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് L. വൺ ഡയമെൻഷണൽ ബോക്സ് ഓഫ് ലെങ്ത് L. So at what time the final wave function will be orthogonal to the initial state? അപ്പോൾ ഫൈനൽ വേവ് ഫംഗ്ഷൻ ഇനീഷ്യൽ വേവ് ഫംഗ്ഷനുമായി ഓർത്തോഗണൽ ആകുന്ന ടൈം. ഓർത്തോഗണൽ ആകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈനൽ വേവ് ഫംഗ്ഷൻ ഇൻറ്റു ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ, ഓർ ഫൈനൽ വേവ് ഫംഗ്ഷൻ ഡോട്ട് ഇനീഷ്യൽ വേവ് ഫംഗ്ഷൻ. ദ ഡോട്ട് പ്രോഡക്റ്റ് ബിറ്റ്വീൻ ദ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ വേവ് ഫംഗ്ഷൻ ഷുഡ് ബി ഈക്വൽ ടു 0. സമയം എത്രയാണ് എന്നാണ് ചോദ്യം. സോ നോക്കുക, ഇപ്പോൾ ചോദ്യം കണ്ടല്ലോ. സോ ലെറ്റ് us move into the answer. So let us see how to solve the problem. So it is given at a time t equal to 0, the wave function is 1/√2 psi1 plus psi2. And what is the final wave function? Psi of x comma t. So we know how the wave function evolves with respect to time. So 1/√2 psi1 e raised to minus I e1 t by h cross plus psi2 e raised to minus I e2 t by h cross. e2 t by h cross. So this is the time evolution, isn't it? We have studied. So we have to find out the time in which this wave function is orthogonal to the initial one. Correct? So how to do this? So this is equal to, so psi x comma 0 into psi x comma t should be equal to 0. This is the dot product or inner product. Correct? So here, so this will be equal to 1/√2 into psi1 psi2, isn't it? Into 1/√2 into psi1 e raised to minus I e1 t by h cross plus psi2 e raised to minus I e2 t by h cross equals 0. ശരിയല്ലേ? So then we know this is orthonormal states. These are orthonormal states. So 1/√2 into 1/√2, it is 1/2 into psi1 this is 1 e raised to minus I e1 t by h cross plus psi2 1 ആണ്. So this is e raised to minus I e2 t by h cross equals what? 0. So all other combinations will vanish because of the orthonormal states. So this can be written as e raised to minus I e1 t by h cross plus 1 by e raised to I e2 t by h cross equals 0. So I am just taking LCM. E raised to what will be this? E raised to I into e2 minus e1 into t by h cross plus 1 by e raised to minus I e2 t by h cross equals 0. Correct? So this can be written as e raised to I into e2 minus e1 into t by h cross plus 1 equals 0, isn't it? So e raised to I into e2 minus e1 into t by h cross equals -1. So what is -1? -1 could be written as e raised to I pi. So this is equal to e raised to I pi. So this is equal to e raised to I pi. So what is that? So since the base is equal, we can equate the powers. So what is that?
E2 minus E1 into T by H cross equals pi. Isn't it? I and I cancels from both sides. So we need to find T. T equals, what is that? H cross pi by E2 minus E1. So this is the time at which both wave functions are orthogonal to each other, H cross pi by E2 minus E1. So if you are interested, you can calculate what is E1 and what is E2. So what is E1? E1 is the energy for the ground state. We know what is the energy, general form of energy. E is equal to, En is equal to n square pi square h cross square by 2ml square. So if you put n equal to 1, you will get pi square h cross square divided by 2ml square. And what is E2? E2 equals 4 pi square h cross square divided by 2ml square. And what is the E2 minus E1? E2 minus E1 equals 4 minus 1, 3. So it is 3 pi square h cross square divided by 2ml square. And if you substitute it here, T equals h cross pi into 2ml square divided by what? 3 pi square h cross square. So pi h cross will cancel. So time T equals 2ml square divided by 3 pi h cross. 2ml square divided by 3 pi h cross. So that is the exact time at which the given two wave functions will be orthogonal to each other, or their inner product or dot product will be equal to 0. So I hope this is understood, and this kind of questions will definitely come from quantum mechanics. Quantum mechanics il ninnu inganത്തെ ചോദ്യങ്ങൾ ഉണ്ടാവും. So ചെയ്തു പഠിക്കണം. മനസ്സിലായല്ലോ? Is it clear? So let us move into the next one. A particle is in a one-dimensional box of length L. Suddenly, the length of the box is doubled. So if we measure the energy after the width is doubled, what is the probability that energy will not be changed? Probability that energy will not be changed. So I have a particle in a one-dimensional box. The box is of length L, and suddenly the length of the box gets doubled. So suddenly, so it is a sudden approximation. So we are not using that sudden or adiabatic approximation techniques here. We are just trying to solve it with the basic wave function analysis. So if we measure the energy after the width is doubled, so what might be the probability that the energy will not be changed? Energy change ചെയ്യാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്ര എന്നാണ് ചോദ്യം. ഓക്കെ, സോ നോക്കുക, the particle is in a box of length L എന്നാണ് പറഞ്ഞേക്കുന്നത്. So what will be the wave function? If nothing is told about wave function, here in the question there is no mention regarding the wave function. Initial wave function അല്ലെങ്കിൽ initial state ഏതാണ് എന്നുള്ളതിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെയാകുമ്പോൾ you should take it as ground state wave function. Clear? So what is the wave function? So initially of a box length, for the box of length L, the wave function is given by psi I equals under root 2 by L sin pi x by L. Pi x by L. ശരിയല്ലേ? This of length by x by the length of length L, so under root 2 by L sin pi x by L. Suddenly what happens? The length of the box gets doubled. The length of the box gets doubled. Clear? ശരിയല്ലേ? So L becomes 2L, isn't it? So what will be the final wave function? Psi f equals under root 2 by 2L sin pi x by L. So n pi x by L. L is 2L. ശരിയല്ലേ? Is it clear? So ഇനി we have to find out the probability that energy will not be changed. So what is the energy for this wave corresponding to this wave function? So energy, initial energy equals, here it is in the ground state. So what is the energy? So it is pi square h cross square divided by 2ml square. Pi square h cross square divided by 2ml square. ശരിയല്ലേ? So 2L length ഉള്ള ബോക്സിലും ഇതേ എനർജി ആയിരിക്കണം. എനർജി വിൽ നോട്ട് ബി ചേഞ്ച്ഡ്. ആ പ്രോബബിലിറ്റി അല്ലേ കണ്ടുപിടിക്കേണ്ടത്. So here what is the energy here? So generally the energy n is equal to n square pi square h cross square divided by 2m into 2L square. So what is 2L square?
4l². ശരിയല്ലേ? സോ ഇവിടെ നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നേക്കുന്നത് എന്താണ്? ഇവിടെ 2ml² ആണ്, ഇവിടെ 2ml² ഇൻറ്റു 4 ആണ് വന്നേക്കുന്നത്. അപ്പം ന്യൂമറേറ്ററിൽ ഒരു 4 കൊണ്ട് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുവാണ് എങ്കിൽ ഐ ക്യാൻ ഗെറ്റ് റിഡ് ഓഫ് ദിസ് 4. ശരിയല്ലേ? സോ ഇഫ് ഐ മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ വിത്ത് 4, എന്ത് സംഭവിക്കും? സോ ഹിയർ ഈസ് ഈക്വൽ ടു, so if I multiply with 4 and 4 cancels, and you will get energy is equal to pi square h cross square divided by 2ml². ശരിയല്ലേ? So from this what can you infer? n² equals 4 and n is equal to plus or minus 2. Minus 2 is invalid. n is equal to 2. ശരിയല്ലേ? So it is in the first excited state. So the particle is in the first excited state. So L length ഉള്ള ബോക്സിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരിക്കുന്ന പാർട്ടിക്കിൾ 12 ലെങ്തിലുള്ള ബോക്സിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റിലാണെങ്കിൽ മാത്രമേ എനർജി ചേഞ്ച് ചെയ്യാതിരിക്കൂ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും എനർജി ചേഞ്ച് ചെയ്യും. ശരിയല്ലേ? ആദ്യത്തെ ബോക്സിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്ന പാർട്ടിക്കിൾ രണ്ടാമത്തെ ബോക്സിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്നാൽ എനർജി ചേഞ്ച് ചെയ്യും. ആദ്യത്തെ ബോക്സിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ ഇരുന്ന പാർട്ടിക്കിൾ രണ്ടാമത്തെ ബോക്സിൽ ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എനർജി ചേഞ്ച് ചെയ്യില്ല. സെക്കൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിലും എനർജി ചേഞ്ച് ചെയ്യും. തേർഡ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിലും എനർജി ചേഞ്ച് ചെയ്യും. ക്ലിയർ? മനസ്സിലായല്ലോ? സോ ഇഫ് ഇറ്റ് ഈസ് സോ വി ക്യാൻ ഫൈൻഡ് ദ ഫൈനൽ വേവ് ഫംഗ്ഷൻ IF ഈക്വൽസ് അണ്ടർ റൂട്ട് 2/12 സൈൻ 2πx/12. ക്ലിയർ? സോ ഹിയർ 2 and 2 cancels. ശരിയല്ലേ? So the initial and final wave functions can be written as so the initial wave function is under root 2/L sin pi x/L, and final wave function IF equals under root 1/L sin pi x/L. Clear? So now we have to find the probability. Clear? So now what is the probability amplitude? First probability amplitude കണ്ടുപിടിക്കുക. Then probability equals mod square of probability amplitude. So probability amplitude equals integral, what is the limit? 0 to L under root 2/L into sin pi x/L into root 1/L sin pi x/L dx. ശരിയല്ലേ? So this is equal to 2/√2/L integral 0 to L sin square pi x/L dx. ശരിയല്ലേ? So this is equal to root 2/L into what is integral 0 to L sin square pi x/L. നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ്, പഠിപ്പിച്ചിട്ടുള്ളതാണ്, ഫോർമുല തന്നിട്ടുള്ളതാണ്. What is that? This is L/2, isn't it? So L and L cancels. So what is the answer? This is 1/√2. So probability amplitude is 1/√2. And what is the probability? Probability equals 1/√2 mod square. It is 1/2 or 0.5, or you will get as 50%. Isn't it? There is a 50% chance that the energy will not be changed. So what is the probability? It is also 50%. Or what is the probability? It is 0.5, or in percentage, if it is expressed in percentage, it will be 50%. Or what is the probability that energy will be changed? So 1 minus 0.5, that is 0.5. So there are 50% chances that the energy will be changed or energy will not be changed. Clear? So this is how you have to do this problem. Understood? മനസ്സിലായല്ലോ? So let us move into the next one. So what is the next problem? So a particle is bounded, or electron is bounded by a potential V of x equals minus lambda into delta of x. So at what distance from the origin the probability density is reduced to half its value at the origin? So നമുക്കൊരു പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പൊട്ടൻഷ്യൽ it is given as V of x equals minus lambda delta of x. So at what distance from the origin the probability density is reduced to half its value at the origin? So ഒറിജിനിലെ വാല്യൂവിൻ്റെ ഹാഫ് ആകുന്ന ഡിസ്റ്റൻസ് എത്ര ഈ പൊട്ടൻഷ്യലിൽ എന്നാണ് ചോദ്യം. So shall we do? So ചെയ്യാം. So ഈ പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ HSST ഫിസിക്സിൻ്റെ പുതിയ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം HSST ഫിസിക്സ് എന്ന് പറയുന്നത് ഇപ്പോൾ 2 ഒഴിവൊക്കെയാണ് കുറേ പേരൊക്കെ ചോദിക്കാറുണ്ടെങ്കിൽ പോലും
നിങ്ങൾ ലിസ്റ്റൊക്കെ ആയി വരുമ്പോഴത്തേനും എന്തായാലും 2 എന്നുള്ളത് ഇഷ്ടംപോലെ ഒഴിവുകളായിട്ട് മാറും. റിട്ടയർമെൻറ്റ് വേക്കൻസീസും പുതിയ ബാച്ചുകളൊക്കെ വരുന്നതെല്ലാം പുതിയ ബാച്ചുകളൊക്കെ വരുന്നതെല്ലാം കൂടെ കൂട്ടി വളരെ നല്ലൊരു വേക്കൻസി ആയിട്ട് ഇത് വരാൻ സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് നിങ്ങൾ ഇതിനു വേണ്ടി എടുക്കുന്ന എഫർട്ടുകളൊന്നും വേസ്റ്റ് ആകാൻ ഒരു സാധ്യതയുമില്ല. സോ നിങ്ങൾ ഒട്ടും താമസിയാതെ തന്നെ ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അവസാനത്തിനൊന്നും വെച്ചുകൊണ്ടിരിക്കരുത്. അവസാനം ഇതെല്ലാം കൂടെ ഒരുമിച്ച് പഠിച്ചു കളയാം, അല്ലെങ്കിൽ അന്നേരം പരീക്ഷയ്ക്ക് ഡേറ്റ് വന്നിട്ട് അല്ലെങ്കിൽ ഹോൾ ടിക്കറ്റ് വന്നിട്ട് പഠിച്ചു കളയാം എന്നൊന്നും വിചാരിക്കരുത്. കാരണം നമുക്ക് എടുത്താൽ പൊങ്ങാതെ അത്ര വലിയ സിലബസ് PSC നമ്മുടെ മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അത് പ്ലസ് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൂടി പഠിച്ചു വരുമ്പോഴത്തേനും നല്ലൊരു സമയമെടുക്കും. സോ അതുകൊണ്ട് പരമാവധി ഇപ്പോൾ തന്നെ ഈ അവസരം ഉപയോഗപ്പെടുത്തുക. ഇപ്പോഴാണെങ്കിൽ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ HSST പ്ലസ് HSA കോംബോ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് വിളിച്ചു ചോദിച്ചാൽ അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ HSST ഫിസിക്സിനാണെങ്കിലും നമ്മൾ അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും എല്ലാ ആഴ്ചയും നമ്മൾ നടത്തുന്ന ടെസ്റ്റ് സീരീസും പിന്നെ അതിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷനും പിന്നെ അവസാനം മോഡൽ എക്സാമുകളും മോക്ക് എക്സാമുകളും ക്യുമുലേറ്റീവ് എക്സാമുകളും ഒക്കെ ആയിട്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും നമ്മൾ ചെയ്യും. നിങ്ങൾ അതിനോട് സഹകരിച്ചാൽ മാത്രം മതി. സോ അത്രയും വലിയ ഫീച്ചേഴ്സാണ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് ഓഫർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ജോയിൻ ചെയ്യുക. നിങ്ങളെ സഹായിക്കാൻ ഏത് വിധേനയെ സഹായിക്കാൻ ഞങ്ങൾ മുൻപന്തിയിലുണ്ടാവും. സോ യു ക്യാൻ കോൺടാക്ട് അസ് അറ്റ് എനി ടൈം. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് ദിസ് നമ്പർ, ദ ഗിവൺ നമ്പർ. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സൊക്കെ അറിയാനായിട്ട് പറ്റും. കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും. സോ ഐ ഹോപ്പ് വി ക്യാൻ മീറ്റ് ഇൻ അവർ ക്ലാസ്സസ്. സോ നോക്കുക, നമുക്ക് ആ പ്രോബ്ലം ഒന്ന് ചെയ്ത് കളയാം അല്ലേ. സോ വാട്ട് ഈസ് ദ പൊട്ടൻഷ്യൽ ഗിവൺ? V of x equals minus lambda delta of x, isn't it? Minus lambda delta of x. So ഇതൊരു ഡെൽറ്റ ഫംഗ്ഷൻ ആണ്, ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആണ് തന്നേക്കുന്നത്. സോ അങ്ങനെയാണോ എങ്കിൽ നമുക്കറിയാം, I have given you in the classes what is the corresponding wave function for this kind of potential. So if for this kind of potential, so psi of x equals under root m lambda by h cross square, m lambda by h cross square into e raised to minus m lambda by h cross square into modulus of x, So this is the normalization constant and this is a structure of wave function. Clear? So if it is so, നമ്മളോട് പറഞ്ഞിരിക്കുന്നതാണ് probability density becomes a half that value of the origin. So we have to find the wave function at the origin. So at origin, what is the wave function? X will be equal to 0. So psi of 0 equals, so if you put x equal to 0, e raised to something, e raised to 0 will be 1. So you will get psi of 0 equals under root m lambda by h cross square, under root m lambda by h cross square. Psi of 0 equals under root m lambda by h cross square. And they have given you the probability. Probability at the distance psi of x mod square. That's the probability. So the probability at a distance x should be equal to half the probability at the origin. Clear? So if it is so, what is that? Psi of x mod square equals half into half into psi of 0 mod square. What will be that? This will be equal to m lambda by h cross square, mod square m lambda by h cross square. So what is that? Psi of x square equals m lambda by h cross square. So m lambda by h cross square into e raised to m lambda by h cross square into e raised to ഇതെന്താവും? മോഡ് സ്ക്വയർ ചെയ്യുക അല്ലേ, മോഡ് സ്ക്വയർ ചെയ്യുക. സോ I will show you. E raised to minus m lambda by h cross square into mod x square should be equal to half m lambda by h cross square. ശരിയല്ലേ? സോ ഇനി ഇതിന്റെ മോഡ് സ്ക്വയർ ചെയ്തേ, m lambda by h cross square into e raised to സ്ക്വയർ വന്നാൽ minus 2 m lambda by h cross square, minus 2 m lambda by h cross square into
mod square ഉണ്ട്. So this will be x. ശരിയല്ലേ? So this is equal to half m lambda by h cross square. So നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? We have to find this x. ശരി. So what will be that? So this will be equal to m lambda by h cross square. M lambda by h cross square gets cancelled. So e raised to something. So we have to get rid of that e. So we have to take a natural log on both sides. So if you take a natural log on both sides, natural log 1 by 2 equals natural log of e raised to minus 2m lambda by h cross square into x. So what will be that? Minus 2 m lambda by h cross square into x. ശരിയല്ലേ? What is natural log 1 by 2? That is log 1 minus log 2. Log 1 is 0. Natural log 1 is 0. So minus log 2 equals minus 2 m lambda by h cross square into x. Minus and minus cancels. So x equals h cross square by 2m lambda into log 2. So h cross square divided by 2m lambda by 2m lambda into log 2. X is equal to h cross square by 2m lambda into log 2. So this is the distance at which the probability at origin becomes half. Okay, so this is the distance at which the probability becomes half that of the origin. Is it clear? So വളരെ simple ആണ്. If you know the wave function, you can simply take 2 or 3 steps to reach the answer. The only thing is that you should know the wave function. Clear? So I hope this is very clear to you. So എങ്ങനെയാണ് ഈ wave function വരുന്നത്? എന്താണ് ഈ പൊട്ടൻഷ്യലിൻ്റെ പ്രത്യേകത? എങ്ങനെയൊക്കെയാണ് ഈ പൊട്ടൻഷ്യൽ ആക്ട് ചെയ്യുന്നത്? ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുത്തിട്ടുണ്ട്. If you are interested, you can refer to that. So next one. So the real part of the principal value of 4 raised to 4 minus I is. So the real part of the principal value. So 4 raised to 4 minus I. So let us find out how can this be done. So this comes from the complex analysis of mathematical physics. So mathematical physics ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണ്. അതിനകത്തൊന്നും നമുക്കറിയാം സ്പെഷ്യൽ ഫങ്ഷൻസ് ഒക്കെ കുറേ അധികം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ഇതെല്ലാം ഇന്ന് പഠിച്ചു നാളെ മറന്നു പോകുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് അതെല്ലാം. പ്രത്യേകിച്ച് റെക്കറൻസ് റിലേഷൻസ് ഒക്കെ നമ്മൾ മറക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ ഇന്ന് പഠിച്ച് നാളെ വരെ കാത്തിരിക്കണമെന്നില്ല. പഠിച്ച് ബുക്ക് മടക്കി വെക്കുമ്പോഴേ ഒക്കെ ആവിയായി പോകാൻ സാധ്യതയുള്ളതാണ്. ഹൈലി വോളറ്റൈലാണ്. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് മാത്തമാറ്റിക്കൽ ഫിസിക്സ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. സോ റിയൽ പാർട്ട് എങ്ങനെയാണ്? സോ വി നോ എ കോംപ്ലക്സ് ഫംഗ്ഷൻ z power c can be a complex function z power c can be written as e raised to c log z. E raised to c log z. So here the complex function is given as 4 raised to 4 minus I. This can be written as e raised to in the place of c this is 4 minus I log in the place of z it is 4. 4 raised to 4 minus I log 4. So what is that? E raised to 4 log 4 into e raised to minus I log 4. So e raised to I theta is cos theta plus I sin theta, minus I theta is cos theta minus I sin theta. So e raised to 4 log 4 into cos log 4 minus I sin log 4. Clear? So what is 4 log 4? It is e raised to log 4 power 4, isn't it? So into cos theta minus I sin theta. So what is this? So log e raised to log 4 power 4 is 4 power 4. So 4 power 4 is 16 into 6, that is 256, isn't it? 256 into cos log 4 minus I sin log 4. Clear? So what is the real part? Real part is 256 cos log 4. Cos log 4. Is it clear? So 256 into cos log 4 is the corresponding real part. മനസ്സിലായോ? I hope it is very clear. So കോംപ്ലക്സ് അനാലിസിസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്തുനിന്ന് നമ്മൾ ഒത്തിരി ഇൻ്റഗ്രേഷൻസ് ഒക്കെ അതിനകത്തുനിന്ന് വരാൻ സാധ്യതയുണ്ട്. സോ ആ ഭാഗങ്ങളൊക്കെ വളരെ പ്രത്യേകമായിട്ട് നോക്കിയിട്ട് പോവുക.
സ്പെഷ്യൽ ഫങ്ഷൻസ് ആണെങ്കിലും അതിനകത്തുനിന്ന് ചോദ്യങ്ങളൊക്കെ ഒത്തിരി വരും. സോ ആ ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് പോവുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ യൂട്യൂബിൽ വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള HSSTയുമായി ബന്ധപ്പെട്ട വീഡിയോസ് പങ്കുവെക്കുന്നതാണ്. സോ മാക്സിമം അതൊക്കെ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ക്ലാസ്സുകളിൽ ഒട്ടും സമയം കളയാതെ തന്നെ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യം മുതൽ തന്നെ വളരെ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുവാണെങ്കിൽ ഒരു ഗെറ്റബിൾ ആയിട്ടുള്ളൊരു ഒരു എയിം തന്നെയാണ് HSSTക്ക് നല്ലൊരു റാങ്ക് മേടിക്കുക എന്നുള്ളത്. സോ നിങ്ങളെല്ലാവരെയും ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കോമ്പറ്റേറ്റീവ് ക്രാക്കർ ഈസ് ഓൾവേസ് റെഡി ടു ഹെൽപ്പ് യു. So wish you all the best, and we will see you with another video. Thank you.